എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. അച്ഛാ, രാജേച്ചാ, എന്നാ പോണി അച്ഛൻ എന്തുവാ ചെയ്യുന്നേ? എൻ്റെ പൊന്നു സഹോദര, ഒരു നക്ഷത്രം ഒട്ടിച്ചെടുക്കാനുള്ള പരിപാടിയില്ല, കീറിപ്പോയി. അച്ഛാ, അതവിടെ വെക്കേ, നമുക്ക് തുടങ്ങണ്ടേ, പ്രോഗ്രാം തുടങ്ങണ്ടേ? ക്രിസ്മസ് അല്ലേ, എന്തൊരു നക്ഷത്രം പോലും നമ്മുടെ കയ്യിലില്ലാതെ തന്നെ ക്രിസ്മസ് റെഡിയാക്കേണ്ടി തന്നെ ഞാൻ റെഡിയാക്കി. അച്ഛാ, അത് കീറിയിരിക്കുകയല്ലേ അച്ഛൻ്റെ കയ്യിലേക്ക് നക്ഷത്രം? സല്യൂട്ടൊപ്പം ഉണ്ടെന്ന് ഒട്ടിച്ചെടുക്കാം. അച്ഛാ, ഇവിടെ എൻ്റെ കയ്യിൽ നല്ല നല്ല നക്ഷത്രമുണ്ട്. ആ, എന്നാ എടുക്കാം. അതിലും എത്രയോ ഭേദമുള്ള നക്ഷത്രം എൻ്റെ ഇരിക്കുന്നത്. എൻ്റെ സഹോദരൻ, നമുക്ക് 2 നക്ഷത്രം വേണ്ട, അതോടെ വെക്ക്. നമുക്ക് ഇത് കീറിയിരിക്കുകയാണോ? അത് കാണിച്ചേ. ആ, ഇതാണോ ഭേദം? ഇതാണോ? നമുക്ക് എന്താ പറ, ഇന്ന് ഒരു പാട്ട് പാടണം, അതല്ലേ ഉള്ളൂ. അതെ അതെ, അച്ഛൻ ഈ നക്ഷത്രം ഒട്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? സമാധാനമുള്ള കാര്യമല്ലേ ഇത്? ക്രിസ്മസിൻ്റെ നിമിഷങ്ങളാ. ഞാൻ ഒരാനന്ദമൊക്കെ അല്ലേ ക്രിസ്മസിന് വേണ്ടത്. ആനന്ദം അകതാരിൽ പുൽക്കൂട് വിടരുമ്പോൾ ആനന്ദം. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ആ, പിന്നെ കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു, എനിക്ക് ക്രിസ്മസ് സോങ്, വലിയൊരു ഇഷ്ടം തോന്നിയൊരു പാട്ടാണ്. എഴുതാൻ ഈ ഭാരതത്തെക്കുറിച്ചൊരു ഒരു എന്താ പറയുക, ഒരു ആൽബം പോലെ ഉണ്ടാക്കിയെടുക്കാൻ കരുതിയൊരു പാട്ടാണത്. അപ്പം ആനന്ദം അകതാരിൽ പുൽക്കൂട് വിരിയുമ്പോൾ ആനന്ദം, ഓഹോ ആനന്ദം മനതാരിൽ മിഴിനീര് മറയുമ്പോഴാനന്ദം. മനസ്സിൽ നക്ഷത്രങ്ങളുള്ളവർ ഭൂമിയിലെ രാജാക്കന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലൊരു നക്ഷത്രം, ഒരു ശോഭ, ജീവിക്കാനൊരു ത്രില്ല്, ഒരു ലക്ഷ്യം, അപ്പോൾ അത് മനസ്സിൽ വേണം. ഒരു പ്രത്യാശ. അപ്പം മനസ്സിലൊരു നക്ഷത്രം, ഒരു കീറിയ നക്ഷത്രം വെച്ചുകൊണ്ട് എന്നാ ക്രിസ്മസാ? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ നക്ഷത്രത്തെ ആദ്യം ശരിയാക്കാം. ഈ പാട്ട് വിജയശാസ് പാടിയതാ, മനോഹരമായിട്ട് പാടി. ഞാൻ എന്നോട് പാടട്ടെ വൃത്തിയായിട്ട്? ആനന്ദമകതാരിൽ പുൽക്കൂട് വിടരുമ്പോൾ ആനന്ദം, ഓഹോ ആനന്ദം മനതാരിൽ മിഴിനീര് മറയുമ്പോൾ ആനന്ദം. കുന്തിരിക്കവും കാഴ്ചയായിട്ട് എന്ത് നൽകുമെന്നല്ലേ? അതിലൊരു വലിയൊരു കമ്മിറ്റ്മെന്റ്, ഒരു സമർപ്പണത്തിന്റെ അല്ലേ? അതായത് ഭാരതത്തെക്കുറിച്ച് എഴുതാൻ വെച്ചിരുന്നൊരു പാട്ടായിരുന്നു. അപ്പം ഇങ്ങനെ പാടി വരുമ്പോൾ ഇങ്ങനെയാണ് അത് കിട്ടിയത്. ദൈവിക ജീവൻ്റെ പൊരുളായി പിതാവിൻ്റെ സമ്മാനം, ആത്മീയ ജീവൻ്റെ ആത്മീയ ജീവൻ്റെ അമൃതായി പിതാവിൻ്റെ സമ്മാനം, ഉണ്ണിയേശുവിന് പൊന്നുമീറയായി എൻ്റെ ജീവിതം ഞാൻ നീക്കി വയ്ക്കുന്നിതാ. ഓഹോ സ്നേഹമഞ്ഞിൻ്റെ തുള്ളി പെയ്യുന്നു, കൃപയുടെ മഴയത് നനയുക സുഖകരമാനന്ദം. ഒരുപോലാനന്ദമകതാരിൽ പുൽക്കൂടു വിരിയുമ്പോഴാനന്ദം,
സ്തുതി പാടുവിൻ. ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, കണ്ണീരു തൂവുന്ന പാവങ്ങളെല്ലാരും ഒന്നിച്ചു പാടുന്നിതാ. വെളിപാടിൻ പൊരുളായി ഇമ്മാനുവേലിന്റെ അവതാരം. ആത്മീയ ജീവന്റെ അമൃതായി ആബാപിതാവിന്റെ സമ്മാനം. ഉണ്ണിയേശുവിന് പൊന്നുമീറയായി എന്റെ ജീവിതം ഞാൻ നീക്കി വയ്ക്കുന്നിതാ. ഓഹോ സ്നേഹമെന്നിന്റെ തുള്ളി പെയ്യുന്നു. ആനന്ദമകതാരിൽ പുൽക്കൂടു വിരിയുമ്പോഴാനന്ദം. ആനന്ദം മനതാരിൽ മിഴിനീരു മറയുമ്പോൾ ആനന്ദം. മതവൈരം മറയുമ്പോൾ മേരി ക്രിസ്മസ്, മനസ്സൊന്നു ചേരുമ്പോൾ അതു ക്രിസ്മസ്. പാവങ്ങൾക്കൊരു നേരം ആഹാരം പകരുമ്പോഴതു ഹാപ്പി ക്രിസ്മസ്. ഈശ്വരന്റെ പേരിൽ ചോര ചിന്തുന്നുവോ, സ്നേഹലാളനങ്ങൾ വിസ്മരിക്കുന്നുവോ. ഓഹോ നമ്മളെല്ലാരും ഏകജാതന്റെ ആനന്ദമകതാരിൽ പുൽക്കൂടു വിരിയുമ്പോഴാനന്ദം. ഓ ആനന്ദം മനതാരിൽ മിഴിനീരു മറയുമ്പോൾ ആനന്ദം. മലമുകളിൽ മനസ്സുകളിൽ ഒരുപോലാനന്ദമകതാരിൽ പുൽക്കൂടു വിരിയുമ്പോഴാനന്ദം. ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ. ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ. ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, കണ്ണീരു തൂവുന്ന പാവങ്ങളെല്ലാരും ഒന്നിച്ചു പാടുന്നിതാ. നല്ല നല്ല വരികൾ വളരെ അതിനകത്ത് എനിക്കൊന്ന് ഒരു നല്ല വരി എന്ന് പറയാൻ ഒരു പക്ഷെ തോന്നിയത് അതിനകത്തൊരു എന്തും വലിച്ചെറിഞ്ഞ് കൊടുക്കും, അതെ അല്ലേ? എല്ലാം ഉണ്ട് അതിനകത്ത്. ഉണ്ണിയേശുവിന് പൊന്നുമീറയായി എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഞാൻ
നീക്കി വെക്കുന്നിതാ ഓഹോ സ്നേഹമഞ്ഞിൻ്റെ തുള്ളി പെയ്യുന്നു കൃപയുടെ മഴയത് നനയുക സുഖകരം ആനന്ദം അകതാരിൽ. നമ്മുടെ ഉള്ളിലൊരു സമർപ്പണം യേശുവിന് വേണ്ടി വരുമ്പോൾ മേളിൽ നിന്നൊരു കൃപയുടെ മഴ ഉണ്ടാവും. മഴയുണ്ടാകും. പിന്നെ ഒരു പക്ഷേ കഷ്ടപ്പെട്ട് ഈ നക്ഷത്രം ഉണ്ടാക്കിയില്ലെങ്കിലും കാര്യമില്ല. പക്ഷേ 2 നക്ഷത്രങ്ങൾ പാടില്ല. 2 നക്ഷത്രങ്ങൾ വേണ്ട. ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ഒട്ടിച്ച് ശരിയാക്കിയിട്ട് എൻ്റെ നക്ഷത്രം ഒട്ടിച്ച്. ഫലത്തിലെന്തായി? ബോണിയുടെ നക്ഷത്രവും കീറി, എൻ്റെ നക്ഷത്രവും കീറി. 2 നക്ഷത്രങ്ങൾ. നമുക്കൊറ്റ നക്ഷത്രം മതി. ഒരു വിശ്വാസം, ഒരു മാമോദിസ, ഒരു പ്രത്യാശ, ഒരു വചനം, ഒറ്റ മനസ്സ്. ഒറ്റ മനസ്സ്. കാരണം ഈ പറഞ്ഞു വെച്ചാൽ പറഞ്ഞു അല്ലല്ല പറഞ്ഞു ബോണി പറയാമെന്ന് പറഞ്ഞു. ഈ പാട്ടിൽ തന്നെ മതവൈര്യം അങ്ങനെ ഒരു വരിയുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതാണ്. ഈ മതങ്ങൾ തമ്മിലാണെങ്കിലും മനസ്സുകൾ തമ്മിലാണെങ്കിലും ഇപ്പോൾ ബോണി എന്നെ ആദ്യം കളിയാക്കിയില്ലേ, ഇവിടെ നക്ഷത്രമുണ്ട് അതും പിടിച്ചുകൊണ്ട് സമയം കളയണ്ട. ഞാൻ ആദ്യം തന്നെ ഇത് നോക്കിയായിരുന്നു. ഇതിങ്ങനെ പാള പോലെ കീറിയിരിക്കുക എന്ന് ആദ്യമേ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അതിലും മെച്ചപ്പെട്ട ഒരു നക്ഷത്രം ബോണി ചുമന്ന ഷർട്ടിലായിട്ടിരിക്കുന്നത്. അപ്പം നീല നക്ഷത്രം, വെള്ള ഉടുപ്പ് എല്ലാം കൂടെ ചേരുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ ഈ നക്ഷത്രം ഒട്ടിച്ചുകൊണ്ടിരുന്നത്. ഓ ശരി. അപ്പം നമുക്ക് ഒറ്റ നക്ഷത്രം മതി. ഒരൊറ്റ നക്ഷത്രത്തിന് അതിൻ്റെതായ ഒരു ഭംഗി, ഒരു ചാരുതയുണ്ട്. എല്ലാ വർണ്ണങ്ങളും കൂടി ഒരുമിച്ച്. തന്നെയല്ല, മത്തായിയുടെ സുവിശേഷം എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജ്ഞാനികൾ ആകാശത്തിൽ പല നക്ഷത്രമല്ല, ഒരൊറ്റ നക്ഷത്രം, ഒരു വാൽ നക്ഷത്രം ദിവ്യ തേജസ്സായി കൺമുമ്പിൽ വഴികാട്ടി വായുതിലെ വരൂ ഇതിലെ എന്ന് പറഞ്ഞ ഒറ്റ നക്ഷത്രത്തിൻ്റെ പിന്നാലെ 3 ജ്ഞാനികൾ പോയി. അവർ ഓരോരുത്തരും ഓരോ നക്ഷത്രത്തിൻ്റെ പിന്നാലെയല്ല പോയത്. ഒറ്റ നക്ഷത്രം അവരെ പുൽക്കൂടിൻ്റെ മുമ്പിൽ തെറ്റാതെത്തിച്ചു. പല നക്ഷത്രം ഉണ്ടായിരുന്നെ അവർക്ക് വഴി വിരിഞ്ഞു പോയേനെ. ആ ഒരു അർത്ഥത്തിലാണ് തമ്മിൽ ഒരു ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ നക്ഷത്രത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ മതവൈരം മറയുമ്പോൾ മെറി ക്രിസ്മസ്, മനസ്സൊന്നു ചേരുമ്പോൾ അത് ക്രിസ്മസ്. മതവൈരം മറയുമ്പോൾ മെറി ക്രിസ്മസ്, മനസ്സൊന്നു ചേരുമ്പോൾ അത് ക്രിസ്മസ്. പാവങ്ങൾക്കൊരു നേരം ആഹാരം പകരുമ്പോൾ അത് ഹാപ്പി ക്രിസ്മസ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പണ്ടത്തെ ഒരു കഥയാണ്. ഇന്ന് രാത്രിയിൽ ബോണി നിൻ്റെ വീട്ടിൽ ഞാൻ സന്ദർശിക്കും, ദൈവം പറഞ്ഞതാ. ബോണി പറഞ്ഞു, കർത്താവേ കോഴി വേണോ, താറാവ് വേണോ, കുന്തം വേണോ, കുടച്ചക്കൻ വേണോ, മട്ടൻ വേണോ, ബീഫ് വേണോ, ഞാൻ എല്ലാം ഒരുക്കിയേക്കാം. എപ്പോൾ വരും കർത്താവേ? അത് ഞാൻ പറയത്തില്ല ബോണി. 12 മണിക്ക് ക്രിസ്മസിൻ്റെ സമയം എത്ര മണിക്കാണ് സാധാരണ നമ്മൾ ആഘോഷിക്കുന്നത്? 12 മണിയൊക്കെ അല്ലേ? അപ്പം അത് നോക്കി വളരെ കഷ്ടപ്പെട്ടിരിക്കുക. ആരും വന്നില്ല. നക്ഷത്രവിളക്കൊക്കെ നല്ല നീല നക്ഷത്രവിളക്കൊക്കെ ഒരുക്കി നല്ല അടിപൊളി കീറിയ നക്ഷത്രം ശരിയായി, അതെല്ലാം മനോഹരമായി, എല്ലാം ഭംഗിയായി. പക്ഷേ ആരും വന്നില്ല. വരുമെന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഈശോ വന്നില്ല. അപ്പം ബോണി വിചാരിച്ചു തന്നെ ഒന്നുമില്ലെങ്കിൽ ഔസേപ്പിതാവിൻ്റെയും കൂടെ മാതാവിൻ്റെയും കൂടെ ഉണ്ണിയായിട്ട് വരും, ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ കാനായിലെ കല്യാണത്തിന് നിന്ന പോലെങ്കിലും വരും. ഈശോ അങ്ങനെ വന്നില്ല. 12 മണിയായി, 1 മണിയായി, 2 മണിയായി, 3 മണിയായി. ഉറങ്ങിപ്പം പണ്ടത്തെ കഥയാണ്. അമ്മ വല്ലതും തരണം ഉറക്കത്തിൽ ആട്ടി ഓടിച്ചു. പക്ഷേ ആ യാചകൻ ഈശോയായിരുന്നു. അങ്ങനെ സംഭവിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പാവങ്ങൾക്കൊരു നേരം ആഹാരം പകരുമ്പോൾ അത് ഹാപ്പി ക്രിസ്മസ്. ബോണി എൻ്റെ ഒരു സ്നേഹിതനിൽ നിന്ന് ഞാൻ പഠിച്ച ഇത്, എല്ലാവരും ഉണ്ണുകയും എല്ലാവരും നല്ല സൂപ്പറായ ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ എൻ്റെ ഈ സ്നേഹിതൻ ആഹാരം കഴിക്കത്തില്ല. അവൻ അന്നത്തെ ദിവസം ദൈവത്തിൻ്റെ സ്തുതികൾ അർപ്പിച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് അവൻ അന്ന് ആഘോഷിക്കത്തില്ല. വെൻ എവ്രി വൺ മേക്ക് എ ഫീസ്റ്റ് ഹി വിൽ ഫാസ്റ്റ്. എല്ലാവരും ആഘോഷിക്കുമ്പം അവൻ വിശപ്പറിയും. അപ്പം ആ ഒരു സ്നേഹിതനാണ് ഈ പാട്ട് ഇങ്ങനെ എഴുതാൻ. മതവൈരം മറയുമ്പോൾ മെറി ക്രിസ്മസ്. ഇന്നലെ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തോ? കുറച്ച്. ദുഷ്ടരുണ്ടോ നിങ്ങളുടെ നാട്ടിൽ? ദുഷ്ടരൊക്കെ എല്ലാവരും നല്ലവരാണോ? നല്ലവരുണ്ട്, സമ്മിശ്രം. അപ്പോൾ നമ്മുടെ ദൈവത്തിന്
മഴയും വെയിലും ദുഷ്ടർക്കും ശിഷ്ടർക്കും കൊടുക്കാമെങ്കിൽ നമ്മളെന്തിനാണ് കിടന്ന് പിടിവാശി പിടിക്കുന്നത്? നമ്മുടെ ഇടവകയിലുണ്ടല്ലോ, അച്ഛനാ കാണിച്ച് ശരിയായില്ല, അപ്പോൾ ഞാൻ അടുത്ത് പള്ളി പോലും വരാത്തവനാ, അവനത് കൊടുക്കേണ്ട ആവശ്യം എന്നാ? ഞാനൊക്കെ നിയമം പള്ളി വരാത്തവനല്ലേ കൊടുക്കേണ്ടത്. ഇപ്പോൾ ദേ നമ്മൾ കീറിയ നക്ഷത്രം ഒന്നായി കീറി, ഇത് തൂക്കി ലൈറ്റിട്ട് തുള്ളി പാടിയിട്ടോ കേക്ക് മുറിച്ചിട്ടോ അല്ലെങ്കിൽ അപ്പൂപ്പനെ കൊണ്ടുവച്ചിട്ടോ ഒന്നും കാര്യമില്ല. മതവൈരം എല്ലാ അർത്ഥത്തിലും അത് സമുദായത്തിൽ നിന്ന് മാറണം, കേവലം മതങ്ങൾ തമ്മിലുള്ള വഴക്കല്ല. മതവൈരം മറയുമ്പോൾ മെറി ക്രിസ്മസ്, മനസ്സൊന്നു ചേരുമ്പോൾ അത് ക്രിസ്മസ്. വിരൽ തുമ്പിൽ നിന്ന് മീറത്തുള്ളികൾ ഇറ്റ് വീഴുന്നത് പോലെ മനുഷ്യത്വം ഉണ്ടാകണം പോണി. അതിങ്ങനെ പറഞ്ഞിട്ടോ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിച്ചിട്ടും കാര്യമില്ല. ഞാനത് ഓർക്കായിരുന്നു വെച്ചാൽ പലപ്പോഴും പ്രസംഗങ്ങൾ അത് വരുന്നുണ്ട്, പക്ഷേ നമ്മളൊരു പ്രവൃത്തിയിലേക്ക് അത് ഒരിക്കലും വരുന്നില്ല, ഒരിക്കലും വരത്തുമില്ല. വളരെ പാടാ. അതാരാ? ബോണിയുടെ സുഹൃത്താണോ? അത് ആണല്ലേ? വണ്ടി ഓടിച്ച ആളാണോ? വണ്ടി ഓടിച്ച ആളല്ലേ? എന്നാൽ ചായ കുടിക്കാം. പുള്ളി വിളിക്കത്തില്ല, പുള്ളി പുറത്ത്. നമ്മൾ ഭയങ്കര സമാനതകൾ പറയുക, അവിടെ നിർത്തതേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് ദൈവം മടുക്കുന്നുണ്ട്. ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ കേവലം ദാസൻ്റെ രൂപം സ്വീകരിച്ചു എന്നാണ് ഫിലിപ്പി ലേഖനം പറയുന്നത്. നമ്മളതെല്ലാം പറയും, മണ്ണോളം താന്നെന്ന് പറയും, പക്ഷെ നമ്മൾ താഴില്ല. അതുകൊണ്ട് എനിക്ക് ശക്തമായി എൻ്റെ ഉള്ളിലെ ഒരു വിപ്ലവം തന്നെ എഴുതിയതാണ്, മതവൈരം മറയുമ്പോൾ മെറി ക്രിസ്മസ്, മനസ്സൊന്നു ചേരുമ്പോൾ അത് ക്രിസ്മസ്, പാവങ്ങൾക്കൊരു നേരം ആഹാരം പകരുമ്പോൾ അത് ഹാപ്പി ക്രിസ്മസ്. അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാൻ വായിച്ചത് ഒരു സെൻറ്റൻസ് ഓർക്കുകയാണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും അപ്പുറത്തേക്ക് ഒഴുകേണ്ട സ്നേഹവ്യാപന വഴികളാണ് ക്രിസ്ത്യാനിറ്റി. സംശയമെന്താ? ഞാൻ എൻ്റെ ഇടവകയിൽ എൻ്റെ പരിമിതികൾക്കിടയിൽ നിന്ന് എൻ്റെ ഇടവകക്കാരോട് കാണിക്കുന്ന അതേ കരുണ എല്ലാ സഹോദരങ്ങളോടും കാണിക്കാൻ ഒരുപാട് യത്നിക്കുന്നുണ്ട്. അച്ഛാ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലായിടത്തും സംഭവിക്കണം. സംശയം എന്താ? സംഭവിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സത്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പൂർണ്ണത എന്നിലുണ്ടെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾ പൗലോസ്ലീഹ പറയുന്ന പോലെ ഞാൻ ഈ ഓട്ടക്കളത്തിൽ ഓടുകയാണ്, എനിക്ക് ആനന്ദം വേണം, പൂർണ്ണനായെന്നല്ല, ആനന്ദം വേണം. പക്ഷേ ആനന്ദത്തിന് വേണ്ടി ഞാൻ ഇതുവരെ ആശ്രയിച്ചത് ഈ നക്ഷത്രത്തിലും ആ നക്ഷത്രത്തിലും ആ നിലാത്തിരിയിലും ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പൂ, ഇതിലെല്ലാം നമ്മുടെ ആനന്ദം. അതുകൊണ്ടാണ് എഴുത്തുകാരൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ലാത്തിരി പൂത്തിരി മത്താപ്പൂ കമ്പിത്തിരി പടക്കം. അതിനൊക്കെ അപ്പുറത്ത് ദൈവീക ജീവൻ്റെ പൊരുളായി എമ്മാനുവേലിൻ്റെ അവതാരം, ആത്മീയ ജീവൻ്റെ അമൃതായി ആബാപിതാവിൻ്റെ സമ്മാനം, ഉണ്ണിയേശുവിന് പൊന്നുമീറയായി എൻ്റെ ജീവിതം ഞാൻ നീക്കി വയ്ക്കുന്നിതാ. ഓഹോ സ്നേഹമഞ്ഞിൻ്റെ തുള്ളി പെയ്യുന്നു, കൃപയുടെ മഴയത് നനയുക സുഖകരം ആനന്ദം അക്കതാരിൽ. എൽഡ്രിഡ്ജ് ഐസക് എന്നോട് പറഞ്ഞപ്പോൾ ആ സത്യത്തിൽ ഹംസധ്വനിയിലാണ് ഈ പാട്ട് കിടക്കുന്നറിഞ്ഞ്. പക്ഷെ ഒത്തിരി ദിവസങ്ങളെടുത്ത് ചെയ്തതാണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ചെങ്ങന്നൂരുള്ള എൻ്റെ സതീശൻ സുഹൃത്തുക്കൾ ഇത് മനോഹരമായി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നപ്പം എന്താ അതേ നോക്കിക്കേ, സഹായിച്ചേ പോണേ അച്ഛൻ അത് കംപ്ലീറ്റ് ചെയ്തു. നമുക്കൊരു നക്ഷത്രം, ഒറ്റ നക്ഷത്രം, അതായത് ഒരു നക്ഷത്രം, ഒറ്റ നക്ഷത്രം, കീറിപ്പറിഞ്ഞ സ്വപ്നങ്ങൾക്ക് നമുക്ക് ഒരുമിച്ചൊരു നക്ഷത്രം, ഒറ്റ നക്ഷത്രം. നോക്കിക്കേ, എൻ്റെ പ്രത്യാശയ്ക്ക് ഉള്ള വിള്ളലുകളും എൻ്റെ ഹൃദയത്തിൻ്റെ വിള്ളലുകളും നീ ഒട്ടിച്ചു തരുമ്പം പുൽക്കൂട് ഒരു ഇന്നർ എൻറ്റിറ്റി ആകും. എൻ്റെ കീറിപ്പറിഞ്ഞ നക്ഷത്രവിളക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ കീറിപ്പറിഞ്ഞ നക്ഷത്രവിളക്ക് നീ കൂടി ഒട്ടിച്ചു തരുമ്പം പുൽക്കൂട് ഇനിമേൽ പുറത്തല്ല, അത് ഹൃദയത്തിലാകും.
1000 പുൽക്കൂട്ടിൽ ഉണ്ണി പറന്നിട്ടും രൂപം എഴുന്നള്ളിച്ചിട്ടും എന്ത് കാര്യം? ഹൃദയത്തിൽ അത് നീ മൂലം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഞാൻ മൂലം നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, എന്നെ ദൈവം വിളിക്കുന്നൊരു പേരുണ്ട്, ഇടയൻ, ആട്ടിടയൻ, രാജാവ്. അതുകൊണ്ട് മനസ്സിൽ നക്ഷത്രങ്ങളുള്ളവർ ഭൂമിയിലെ രാജാക്കന്മാരാണ്. നന്മ കെടാത്ത മനസ്സുള്ളവർ ഭൂമിയിൽ ചെങ്കോലില്ലാത്ത രാജാക്കന്മാരാണ്. അവർ ഈ ഭൂമിയെ ഭരിക്കും. അപ്പം കിട്ടുന്ന സംഗതിയുടെ പേരാണ് സമാധാനം. ആ സമാധാനം നമ്മുടെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദിവസം അച്ഛാ, ഈ ക്രിസ്മസ് രാവിലെ ആ വരികൾ ഒന്നുകൂടി പാടച്ച. മതവൈരം മതവൈരം മറയുമ്പോൾ മെറി ക്രിസ്മസ്, മനസ്സൊന്നു ചേരുമ്പോൾ അത് ക്രിസ്മസ്, പാവങ്ങൾക്കൊരു നേരം ആഹാരം പകരുമ്പോൾ അത് ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ബോണി എന്നറിയാം ഇങ്ങനെ പറയാൻ കാര്യം, എന്നോട് ഞാനിങ്ങനെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ക്രിസ്മസിന് ഇങ്ങനെ ഈ നക്ഷത്രവും പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പം ഞാനിങ്ങനെ ഒന്ന് ചോദിക്കുക, എൻ്റെ കർത്താവേ, നീ എന്താ ഈ മഞ്ഞത്ത് പിറന്നത്? നിസാൻ മാസം ആ സമയത്ത് ഗൾഫിലെങ്ങാനും പോയിട്ടുണ്ടോ ഇനി ഡിസംബറിൽ? ഇല്ല ഇല്ല. ഈ മിഡിൽ ഈസ്റ്റിൽ ഈ ബെത്ലഹേമിന് അടുത്ത സ്ഥലത്ത് കിടുകിടാന്ന് നമ്മൾ വിറയ്ക്കും. നമ്മൾ കോട്ടിൻ്റെ പുറത്ത് കോട്ടിട്ടാലും കിടുകിടാന്ന് വിറച്ചുകൊണ്ടിരിക്കും. ഭയങ്കര തണുപ്പാണ്. മഞ്ഞ് പൊഴിയുന്ന മാമരം കോച്ചുന്ന എന്നൊക്കെ പറഞ്ഞത് കൃത്യമാണ്. അപ്പോൾ എനിക്കൊരിക്കലും അവിടെ പോകാനായിട്ട് വന്നപ്പോൾ ഞാനപ്പം ഒരു പള്ളിയിലാണ്. അപ്പം ഈ കിടുകിടാന്ന് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും വിറയോട് പറയാം, എത്ര കോട്ടൊക്കെ ഇട്ടാലും വിറയ്ക്കുക. അപ്പം ഞാൻ അന്ന് ഇവരെ ഈ വിറയ്ക്കുന്ന മലയാളികളെ കണ്ടപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചത്, ഈശോയെ, എന്താ ഈ വേറെ എത്രയോ നല്ല മാസമുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർത്തു, നമ്മൾ ഈ കർത്താവിനോട് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് നമ്മളെക്കാൾ ബുദ്ധിയില്ല. ഈ മഞ്ഞത്ത്, ഈ കോടമഞ്ഞിൻ എന്ന് പറയും, ഈ മഹാമഞ്ഞത്ത് ഈ ആട്ടടയന്മാർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. അത് ആർക്ക് പോയി? നമുക്കൊന്നും പോയില്ല. ഇവരെല്ലാം കൂടെ കുത്തിപ്പിടിച്ച് പറിച്ച് കർത്താവിനെ കാണാൻ വരണം. മര്യാദയ്ക്ക് വല്ല ജനുവരിയിലോ ഫെബ്രുവരിയൊക്കെ ആണെങ്കിൽ, ആ സമയത്താണെങ്കിൽ മഞ്ഞൊക്കെ മാറി നല്ല സുവർണ്ണ നീലാകാശം, ആ നല്ല നറുപുഞ്ചിരിയുള്ള പൗർണമി, ഇതൊക്കെ കണ്ടും കേട്ടും സമാധാനത്തിൽ ഒലിവുകായൊക്കെ തിന്നുകൊണ്ട് വരാറുണ്ട്. ഇത് ഒലിവ വായിലോട്ട് നമ്മുടെ വിറച്ച് താഴോട്ട് പോകും. അത്രയ്ക്കുള്ള തണുപ്പാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവ്, എന്താ ഈ മഞ്ഞത്ത് നീ പറഞ്ഞത്? അപ്പോൾ എനിക്ക് ഈശോ പറഞ്ഞു തന്നു, കുഞ്ഞെ, അതെൻ്റെ കരുണയാണ്. എന്ന് വെച്ചാൽ നിൻ്റെ മനസ്സ് തണുത്ത് മരച്ച് ഉറഞ്ഞ് മടുത്ത് തകർന്ന് ഐസ് കട്ട പോലെ നീ മരവിച്ച് പാപത്തിലും വേദനയിലും നുറുങ്ങി വിറങ്ങലിച്ച് ഈ മഞ്ഞ് പോലെ വിറങ്ങലിച്ച് കിടന്നാലും നിൻ്റെ മനസ്സിൻ്റെ ആ മഞ്ഞിലും തണുപ്പിലും മരവിപ്പിലും എൻ്റെ നക്ഷത്രം ഉദിക്കും എന്ന് പറയാനാ ഞാൻ മഞ്ഞത്ത് പിറന്നത്. അപ്പം ഞാൻ ചോദിച്ചെന്നാൽ പിന്നെ രാത്രിക്ക് എപ്പോഴാണ് പറഞ്ഞത്? നമ്മുടെ ഇത് പാരമ്പര്യം അനുസരിച്ച് എപ്പോഴാണ് പറഞ്ഞത്? 12 മണിക്ക്, പാതിരാത്രിക്ക്. ഞാൻ അവർക്ക് ദൈവം ഈ അലാറം വെച്ച് പ്രസവിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞാനെങ്ങാനും വരും ദൈവമെങ്കിൽ പറയും, എടി മോളെ മറിയം, നീ പ്രസവിക്കേണ്ടതൊരു 5:30 മണിക്കാണ്. കാര്യം പിടികിട്ടി എന്താന്ന്? ഇല്ല. ഒരുത്തി 1 മണിയായപ്പം മുട്ടിയില്ലേ? ആരാ? ഞങ്ങളാണേ സത്രത്തെ സ്ഥലം വരെ ഉണ്ടോ, ഇവിടെ എൻ്റെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കടച്ചില്ലേ? അവൾ പശുവിനെ കറക്കാൻ വരും. ഈ പൂർണ്ണ വേദന, ഗർഭവേദന കണ്ടിട്ട്, എടി കൊച്ചേ, എന്നാൽ പിന്നെ നിനക്ക് പറയാൻ മേലായിരുന്നു, എടി മുഴു ഗർഭിണിയാന്ന് ഞാൻ ഗണിച്ചറിയുമോ എന്ന് പറഞ്ഞ് മറിയത്തെ വിളിച്ച് ഇവിടെ കിടക്കെ കൊണ്ട് കിടത്തിയേനെ. 4 ഒന്നാം തരം പശുവും പാല് കറന്ന് കൊടുക്കുകയും ചെയ്തേനെ കാപ്പിയായിട്ട്. അപ്പോൾ ഈ 5 എന്നാൽ പിന്നെ രാവിലെ പ്രസവം നടന്നാൽ മതി. ഈ പാതിരാത്രിക്ക് സൂക്ഷം, പാതിരാത്രിക്ക് എന്താ ഈശോ പിറന്നത്? അത് ആനന്ദത്തിൻ്റെ രഹസ്യമാണ്. അതായത് ഞാൻ പാപം ചെയ്ത്, മനസ്സറിഞ്ഞ് പാപം ചെയ്ത്, ഞാൻ തന്നെ പാപത്തിൻ്റെ ഒരു പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും, പാതിരാത്രിയാണല്ലോ ഏറ്റവും കടുത്ത രാത്രി, എൻ്റെ പാപത്തിൻ്റെ ആ കൂരിരുട്ടിലും എന്നെ തേടി ഈശോ വരും എന്ന് കാണിക്കാനായി പാതിരാത്രിയിൽ ഈശോ പറഞ്ഞത്. ആനന്ദം അകതാരിൽ പുൽക്കൂട് വിരിയുമ്പോൾ ആനന്ദം, ഓഹോ ആനന്ദം മനതാരിൽ മിഴിനീരു മറയുമ്പോൾ ആനന്ദം. അച്ഛൻ നല്ലൊരു മെസ്സേജാണ് ഇപ്പം അച്ഛൻ പറഞ്ഞതേ. വേദനയുടെ നിരാശയുടെ രാത്രിയിൽ എന്നെ തേടി വരുന്ന കർത്താവ് തേടി വന്നിരിക്കും. മലാക്കി 4:2 തന്നെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും.
അതിൻ്റെ ചിറകിൽ സൗഖ്യമുണ്ട്. ആയതിനാൽ നീ പുൽമേട്ടിൽ നിന്ന് പശുത്തൊഴുത്തിൽ നിന്ന് പുൽമേട്ടിലേക്ക് ചാടി തുള്ളി വരുന്ന പശുക്കിടാവിനെ പോലെ നീ ആനന്ദിക്കും. കർത്താവിനെ പ്രതി പ്രത്യാശയുടെ കർത്താവുള്ള ഒറ്റ നക്ഷത്രം അല്ലേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനമായി കൊടുക്കാം. അയ്യോ, അപ്പോൾ തിരിച്ച് ഞാനെന്തെങ്കിലും തരണ്ടേ? ഞാനൊരു തിരിച്ചു തരുമോ? ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ കേക്ക്. ഒരു നക്ഷത്രവും ഒരു മധുരവും. ഓ, അച്ഛനെ സമ്മതിച്ചു. താങ്ക് യു. പ്രാർത്ഥന അതിമധുരമുള്ള കേക്കായി നിങ്ങളുടെ വീടുകളിലേക്കെല്ലാം ഞങ്ങൾ ഒരുമിച്ച് എത്തിച്ചു തരുന്നു. കാരണം 2 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം കർത്താവ് അത് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തരിമധുരം ഞങ്ങളുടെ നാവിൽ, നിറമധുരം നിങ്ങൾക്ക് പ്രാർത്ഥന. കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ അനുഭവിച്ച തരിമധുരത്തിനപ്പുറം നിറമധുരം നൽകി പ്രാർത്ഥനയുടെ അസുലഭമായ മധുര കേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്ക് ഇപ്പോൾ നാവിൽ മധുരം കിട്ടുവാനിട വരട്ടെ. ആമേൻ. ആമേൻ. ആനന്ദമകതാരിൽ പുൽക്കൂടു വിരിയുമ്പോൾ ആനന്ദം. ആനന്ദം മനതാരിൽ മിഴിനീരു മറയുമ്പോൾ ആനന്ദം. മതവൈരം മറയുമ്പോൾ മേരി ക്രിസ്മസ്, മനസ്സൊന്നു ചേരുമ്പോൾ അതു ക്രിസ്മസ്. പാവങ്ങൾക്കൊരു നേരമാഹാരം പകരുമ്പോഴതു ഹാപ്പി ക്രിസ്മസ്. ഈശ്വരന്റെ പേരിൽ ചോര ചിന്തുന്നുവോ, സ്നേഹലാളനങ്ങൾ വിസ്മരിക്കുന്നുവോ? ഓഹോ, നമ്മളെല്ലാരും ഏകജാതന്റെ. ആനന്ദമകതാരിൽ പുൽക്കൂടു വിരിയുമ്പോൾ ആനന്ദം. ഓ ആനന്ദം മനതാരിൽ മിഴിനീരു മറയുമ്പോൾ ആനന്ദം. മലമുകളിൽ മനസ്സുകളിൽ ഒരുപോലാനന്ദമകതാരിൽ പുൽക്കൂടു വിരിയുമ്പോഴാനന്ദം. ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ. ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ. ക്രിസ്മസ് ആവ്, ക്രിസ്മസ് ആവ്, ക്രിസ്മസ് ആവ്, ക്രിസ്മസ് ആവ്. കണ്ണീർ